Chapter 3 Weather and Air. Moving to the chapter Weather. We have read about weather and seasons in the previous class. Weather is defined as the condition of air surrounding us with respect to temperature, wind, and rain at a particular place or time. It keeps on changing every day. വെതർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവസ്ഥ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഈ കാലാവസ്ഥയെ പറ്റിയും അതുപോലെ തന്നെ സീസണെ പറ്റിയൊക്കെ ധാരാളം വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി എന്താണ് ഈ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്ലേസിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈമിലോ ടെമ്പറേച്ചർ, വിൻഡ്, റെയിൻ എന്നിവയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെതർ എന്ന് പറയുന്നത് അല്ലേ? ഇനി വെതർ ഓരോ ദിവസത്തിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ബട്ട് വൈ ഡസ് ദ വെതർ കീപ്പ് ഓൺ ചേഞ്ചിങ്? ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ ദിവസവും ഈ വെതർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? എന്തിൻ്റെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഈ വെതർ ചേഞ്ച് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദ ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻ ഈസ് ദ സൺ. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ്? സണ്ണാണ്. ദ സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ കോസിങ് ചേഞ്ചസ് ഇൻ ദ വെതർ. വെതറിലുള്ള ചേഞ്ചസ് വരുത്തുന്നത് ആരാണ്? സണ്ണാണ്. Let us read on further to see how. ഇനി എങ്ങനെയാണ് സൺ ഈ വെതറിൽ ചേഞ്ച് വരുത്തുന്നത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. The sun and changes in weather and seasons. The sun causes changes in weather and seasons because it heats the earth unevenly. സണ്ണാണ് ഈ വെതറിലും അതുപോലെ സീസൺസിലൊക്കെ ചേഞ്ചസ് വരുത്തുന്നത്. അതിന് കാരണം എന്താണ്? എർത്തിനെ അൺഈവൻലി ഹീറ്റാക്കുന്നത് എന്താണ്? സണ്ണാണ് അല്ലേ? ദിസ് ഹാപ്പൻസ് ബിക്കോസ് ദ എർത്ത് ഈസ് കണ്ടിന്യൂസ്ലി റിവോൾവിങ് അറൗണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എർത്ത് അതിൻ്റെ ഓർബിറ്റിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് സണ്ണിന് ചുറ്റും എന്താണ്? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ദസ് അറ്റ് എ ഗിവൺ ടൈം ഓൺലി 1/2 ഓഫ് ദ എർത്ത് ഈസ് ഫേസിങ് ദ സൺ. We also know that the earth is slightly tilted on its axis, so a part of the earth is near the sun while the other part is slightly away from the sun. The part which is near the sun receives more sunlight and therefore has longer and warmer days. It is summer in this part of the earth, while the other part has shorter and cooler days and enjoys winter season at that time. The seasons keep on changing as the earth revolves around the sun. അതായത് എർത്ത് സൂര്യനെ അതിൻ്റെ ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? എർത്തിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമാണ് എന്ത് ആവുള്ളൂ? സൂര്യനെ അഭിമുഖീകരിക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സൂര്യൻ്റെ സമീപത്ത് വരുന്ന ഭൂമിയുടെ ഭാഗത്ത് എന്തായിരിക്കും? സൂര്യപ്രകാശം കൂടുതലായിട്ട് ലഭിക്കും അല്ലേ? മറ്റു ഭാഗത്ത് കുറവുമായിരിക്കും. അപ്പോൾ സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് അവിടെ അപ്പോൾ സമ്മർ സീസൺ ആയിരിക്കും. മറ്റേ ഭാഗത്ത് എന്തായിരിക്കും? വളരെ ഷോർട്ടായിട്ടുള്ള അതുപോലെ തന്നെ കൂളറായിട്ടുള്ള ഡേയ്സ് ആയിരിക്കും. അതായത് വിൻ്റർ സീസൺ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഈ ഭൂമി സൂര്യനെ റിവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് സീസൺസിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ 3rd സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് സമ്മറും വിൻ്ററും ഉണ്ടാവുന്നത് എന്നത് നമ്മൾ
തേർഡ് സ്റ്റാൻഡേർഡിൽ കൃത്യമായിട്ട് പഠിച്ചതാണ് അല്ലേ. സണ്ണിന് അടുത്ത് വരുന്ന സമയത്ത് സമ്മർ സീസണും സണ്ണിൽ നിന്ന് എർത്ത് അകന്നു പോകുന്ന സമയത്താണ് വിൻ്റർ സീസണും ഉണ്ടാകുന്നത്. ഓക്കെ. ദ സൺ ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബ്ലോയിങ് ഓഫ് വിൻഡ്സ്. ഇനി കാറ്റ് വീശുന്നതിലും സണ്ണ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ദ എയർ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ഡ്യൂ ടു ദ ഹീറ്റ് ഓഫ് ദ സൺ അല്ലേ. ചൂട് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? എയറിൻ്റെ വെയിറ്റ് കുറയും അല്ലേ. ദിസ് ഹീറ്റഡ് എയർ ബിക്കംസ് ലൈറ്റഡ് ആൻഡ് റൈസസ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ചൂട് കൂടിയ എയർ വളരെ ലൈറ്റർ ആവുന്നു. അപ്പോൾ എയറിൻ്റെ ഭാരം കുറയുന്നു. ഓക്കെ. ഭാരം കുറയുന്നത് കൊണ്ട് അത് ഉയരുന്നു. ഓക്കെ. ടു ഫിൽ ഇറ്റ് സ്പേസ് കൂൾ എയർ വിച്ച് ഈസ് ഹെവിയർ കംസ് ഇൻ. ദിസ് മൂവ്മെൻറ്റ് കണ്ടിന്യൂസ് ആൻഡ് കോസസ് വിൻഡ്സ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ചൂടായ എയർ മുകളിലേക്ക് പോയി എന്താവുന്നു? അത് തണുത്ത എയറായിട്ട് വരുന്നു. അങ്ങനെ ഈ മൂവ്മെൻറ്റ് തുടരുകയും അങ്ങനെ അത് കാറ്റിന് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ. As we have learned in the previous chapter, the sun is also responsible for rain. അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് സൂര്യനുള്ളത് കൊണ്ടാണ് മഴയുണ്ടാകുന്നത് അല്ലേ. വാട്ടർ ഇൻ ദ വാട്ടർ ബോഡീസ് ഇവാപ്പറേറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഹീറ്റ് ഓഫ് ദ സൺ ആൻഡ് ഫോംസ് വാട്ടർ വേപ്പർ. ദീസ് വാട്ടർ വേപ്പർ കമ്പൈൻ ആൻഡ് ഫോം ക്ലൗഡ്സ്. വെൻ ക്ലൗഡ്സ് ബിക്കം ടു ഹെവി they fall as rain. Sometimes these water drops freeze and fall as snow. അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് വാട്ടർ ബോഡീസിലുള്ള വെള്ളം സൂര്യൻ്റെ ചൂട് കൊണ്ട് എന്തായി മാറുന്നു? അത് വാട്ടർ വേപ്പറായി മുകളിലേക്ക് പോകുന്നു അല്ലേ. പിന്നീട് എന്താവുന്നു? ഈ വാട്ടർ വേപ്പർ ക്ലൗഡ്സായി മാറുന്നു. ഈ ക്ലൗഡ്സ് പിന്നീട് തണുത്തുറഞ്ഞ് റെയിനായി താഴേക്ക് വരുന്നു. ചില സമയത്ത് ഈ ക്ലൗഡ്സ് തന്നെ എന്താവുന്നു? മഞ്ഞുതുള്ളികളായിട്ടും താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വാട്ടർ ബോഡീസിലെ വെള്ളം വാട്ടർ വേപ്പറായിട്ട് നമുക്ക് റെയിനായിട്ട് ലഭിക്കുന്നതിനും പ്രധാന കാരണം ആരാണ്? സണ്ണ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സണ്ണ് നമ്മുടെ സീസൺസിലും അതുപോലെ തന്നെ വെതറിലും വരുത്തുന്ന പ്രധാന ചേഞ്ചസ്. Okay. Next, air. Air is all around us. We cannot see it, but we can feel its presence when it blows. അതായത് നമ്മുടെ ചുറ്റുപാട് എയർ ഉണ്ട്, പക്ഷെ നമുക്കത് കാണാനായിട്ട് കഴിയില്ല. പക്ഷെ നമുക്കതിൻ്റെ ഫീല് ലഭിക്കും അല്ലേ. കാറ്റ് വീശുമ്പോൾ നമുക്കതിൻ്റെ ഫീൽ ലഭിക്കും. മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. മൂവ് ചെയ്യുന്ന എയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വിൻഡ് എന്ന് വിളിക്കുന്നത്. ജെൻ്റ്ലി മൂവിങ് വിൻഡ് ഈസ് കോൾഡ് ബ്രീസ്. ഇനി മെല്ലെ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന വിൻഡിനെയാണ് നമ്മൾ ബ്രീസ് എന്ന് വിളിക്കുന്നത്. വൈൽ ഫാസ്റ്റ് മൂവിങ് വിൻഡ് ഈസ് കോൾഡ് സ്റ്റോം. വളരെ ശക്തമായിട്ട് വീശുന്ന വിൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോം എന്ന് പറയുന്നത്. എയർ ഈസ് മാറ്റർ ബിക്കോസ് ഇറ്റ് ഹാസ് മാസ് ആൻഡ് ഇറ്റ് ഒക്കുപ്പൈസ് സ്പേസ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി സ്ക്വീസ്ഡ്. അതായത് എയർ എന്ന് പറയുന്നത് എന്താണ്? മാറ്ററാണ്. കാരണം എന്താണ്? അതിന് മാസും അതുപോലെ തന്നെ അതിന് എന്തുണ്ട്? എയറിന് സ്പേസും ആവശ്യമാണ്. അതുകൊണ്ട് എന്താണ്? എയർ ഒരു മാറ്ററാണ്. ഓക്കെ. We have already learned that air is a mixture of gases. It has two main gases, oxygen and nitrogen. അതായത് നമുക്കറിയാം എയർ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻറ്റ് ഗ്യാസസിൻ്റെ ഒരു മിക്സ്ചറാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? ഓക്സിജനും നൈട്രജനും. ഔട്ട് ഓഫ് ദീസ് നൈട്രജൻ ഫോംസ് ഇറ്റ്സ് ലാർജസ്റ്റ് പാർട്ട് ആൻഡ് ഓക്സിജൻ ഫോംസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്. Apart from these, traces amounts of some other gases like carbon dioxide and water vapor are also found in air. The other components of air are smoke, dust and germs. അതായത് ഈ എയറിൻ്റെ
മിക്സ്ചറിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനും, രണ്ടാം സ്ഥാനം ആർക്കാണുള്ളത്? ഓക്സിജനുമാണുള്ളത്. ഇതുകൂടാതെ അതിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും അടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഈ 4 പാർട്ടിക്കിൾസ് കൂടാതെ എയറിൽ വേറെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? സ്മോക്ക്, ഡസ്റ്റ് ആൻഡ് ജെംസ് ഇവയും അതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് പുക, പൊടി, മറ്റണുക്കൾ ഇതെല്ലാം എയറിൽ ഉണ്ട്. ഓക്കെ, ദ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ഹോട്ട് ടു കോൾഡ് റീജിയൻസ് ആൻഡ് വൈസ് വേഴ്സ ഈസ് കോൾഡ് എയർ കറൻസ്. അതായത് ചൂടുള്ള പ്രദേശങ്ങളിൽ നിന്ന് തണുത്ത പ്രദേശങ്ങളിലേക്ക്, അതുപോലെ തണുത്ത പ്രദേശങ്ങളിൽ നിന്ന് ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് എയർ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ? ഇത്തരം മൂവ്മെൻറ്റിനെ, എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എയർ കറൻസ് അഥവാ വായുപ്രവാഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇൻ കോസ്റ്റൽ ഏരിയാസ് ദീസ് എയർ കറൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ കോസിങ് സീ ആൻഡ് ലാൻഡ് ബ്രീസ്. ഇനി തീരപ്രദേശങ്ങളിൽ ഇത്തരം എയർ കറൻസ് ആണ് ലാൻഡ് ബ്രീസിനും അതുപോലെ സീ ബ്രീസിനും കാരണമാകുന്നത്. നെക്സ്റ്റ്, സീ ആൻഡ് ലാൻഡ് ബ്രീസ്. ലാൻഡ് ഹീറ്റ്സ് അപ്പ് ആൻഡ് കൂൾസ് ഡൗൺ ഫാസ്റ്റർ ദാൻ വാട്ടർ. അതായത് ലാൻഡ് വാട്ടറിനേക്കാൾ വേഗത്തിൽ ഹീറ്റാവുകയും അതുപോലെ തന്നെ കൂളാവുകയും ചെയ്യുന്നു. Therefore, in the daytime, land gets heated up due to the heat of the sun much faster than the sea. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് കടലിനേക്കാൾ വേഗത്തിൽ കരപ്രദേശം ചൂടുള്ളതായി മാറുന്നു അല്ലേ? The hot air rises up from the land while the cool air from the sea blows into take its place. This is called sea breeze. അതായത് കരപ്രദേശം പെട്ടെന്ന് ചൂടാവുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹോട്ട് എയർ എന്ത് സംഭവിക്കുന്നു? ഹോട്ട് എയർ കരയിൽ നിന്ന് ഉയരുന്നു. അപ്പോൾ നമ്മുടെ കടലിലുള്ള തണുത്ത കാറ്റ് കരയിലേക്ക് വീശുന്നു. അങ്ങനെയാണ് സീ ബ്രീസ് ഉണ്ടാവുന്നത്. അതായത് പകൽ സമയത്ത് സൂര്യൻ്റെ ചൂട് കൊണ്ട് ലാൻഡ് പെട്ടെന്ന് ചൂടാവുമ്പോൾ അവിടെയുള്ള ഹോട്ട് എയർ മുകളിലേക്ക് ഉയർന്നു പോവുകയും കടലിലുള്ള കൂൾ എയർ കരയിലേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് സീ ബ്രീസ്. അറ്റ് നൈറ്റ് the atmosphere is cooler, so the land cools faster than the sea. Now the hot air rises from the sea and cool air from the land blows towards the sea. This is called land breeze. ഇനി രാത്രി കാലമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലാൻഡ് പെട്ടെന്ന് തണുക്കും അല്ലേ? അപ്പോൾ സീയിലുണ്ടാകുന്ന ഹോട്ട് എയർ ലാൻഡിലേക്ക് പാസ് ചെയ്യും. അപ്പോഴോ ലാൻഡിലുള്ള കൂൾ എയർ എങ്ങോട്ട് ബ്ലോ ചെയ്യും? സീയിലേക്ക് ബ്ലോ ചെയ്യും. മനസ്സിലായോ? ഇതിനെയാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പകൽ സമയത്ത് സീ ബ്രീസും നൈറ്റ് ടൈമിൽ എന്താ ഉണ്ടാവുക? ലാൻഡ് ബ്രീസുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, സീ ബ്രീസിൻ്റെയും ലാൻഡ് ബ്രീസിൻ്റെയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആരോസ് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ്, എയർ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. എന്തൊക്കെയാണ് എയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. ഓൾ ലിവിങ് തിങ്സ് നീഡ് എയർ ടു ബ്രീത്ത്. വിത്തൗട്ട് എയർ വി കനോട്ട് സർവൈവ്. അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ശ്വസിക്കുന്നതിന് എയർ വളരെ അത്യാവശ്യമാണ് അല്ലേ? എയർ ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ പോലും സാധിക്കില്ല. എയർ ഈസ് നീഡഡ് ടു ബേൺ തിങ്സ് ലൈക്ക് വുഡ് ആൻഡ് പേപ്പർ. ഇനി വസ്തുക്കൾ കത്തുന്നതിന് എയർ സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് വുഡ്, പേപ്പർ പോലുള്ള വസ്തുക്കളൊക്കെ നമുക്ക് കത്തിക്കാൻ കഴിയുന്നത് എയർ ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ്, എയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എ റെയിൻ. ദർ വിൽ ബി നോ റെയിൻ വിത്തൗട്ട് എയർ. ഇനി മഴയുണ്ടാവുന്നതിൻ്റെ കാരണം എന്താണ്? അന്തരീക്ഷത്തിൽ എയർ ഉള്ളത് കൊണ്ടാണ്. എയർ ഇല്ലെങ്കിൽ നമുക്ക് മഴ ഒരിക്കലും ലഭിക്കുകയില്ല. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് എയർ. ഇനി ഈ പേജ് നമ്പർ 131 ഒരു നോളജ് ബാങ്ക് ഉണ്ട്. എയർ ഫോംസ് എ പ്രൊട്ടക്റ്റീവ് ബ്ലാങ്കറ്റ് അറൗണ്ട് ദ എർത്ത്. ദിസ് ബ്ലാങ്കറ്റ് ഈസ് അവർ അറ്റ്മോസ്ഫിയർ. അതായത് ഭൂമിക്ക് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ബ്ലാങ്കറ്റ് ആയിട്ടാണ് എയർ ഉള്ളത്. ആ പ്രൊട്ടക്റ്റീവ് ബ്ലാങ്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് അക്സെപ്റ്റ് ചലഞ്ചിൽ ഫൈൻഡ് ഔട്ട് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. എയർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? എയർ ഇല്ലെങ്കിൽ എന്താണ്? ഭൂമിയിൽ ജീവൻ തന്നെ ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? ബ്രീത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് എയർ മസ്റ്റാണല്ലേ. അതുകൊണ്ട് ഭൂമിയിൽ എയർ ഇല്ലെങ്കിൽ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതെയാകും.